പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, മാറാത്തത് മാറും, കേരളം വളരും. തീർച്ചയായും കേരളം വരും. നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ നമ്മുടെ ആമകൃഷി, അത് തെങ്ങ്, അതിനൊക്കെ വളരണമെങ്കിൽ നമുക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാരും BJP വന്നെങ്കിൽ മാത്രമേ നമ്മളെ തെങ്ങ് കൃഷിയും ആമകൃഷിയും എന്താണെങ്കിലും നോക്കി നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അത് വേറൊരു കാര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ലിറ്ററസി, നമ്മുടെ UP-യിലെ കണക്ക് ലിറ്ററസിയും ഹെൽത്തും കാര്യങ്ങളും എല്ലാം വളർത്തണമെങ്കിൽ നമ്മുടെ ഈ BJP സർക്കാർ കേരളത്തിൽ വരണം. കേരളത്തിൽ വന്ന് കേരളത്തെ വളർത്തിയേ പറ്റുള്ളൂ. അല്ലാതെ വേറെ നമ്മളെ ഈ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ടൊന്നും ഒന്നും പറ്റൂല. അതുകൊണ്ട് BJP സർക്കാർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിനെ ഒരു രീതിയിൽ എത്തിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ശിശുമരണ നിരക്ക് നമ്മുടെ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ എന്തോ ഗൾഫിലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ശിശു റേറ്റ് കുറയുന്നതെന്ന് പറയുന്നത്. അതും നമുക്ക് കൂട്ടണം. ചന്ദ്രേട്ടൻ പറയുന്ന കണക്ക് അതും നമുക്ക് കൂട്ടണം. അതുപോലെ തന്നെ 10 കൊല്ലം കൊണ്ട് നമ്മളെ ഇന്ത്യനെ എങ്ങനെയൊക്കെ നമുക്ക് ഹൈ ലെവലിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ അതേ ലെവലിൽ തന്നെ നമ്മളെ കേരളത്തിനെ ഹൈ ലെവലിൽ നമുക്ക് എത്തിക്കണം. അതിന് നമ്മുടെ BJP സർക്കാർ കേരളത്തിൽ വന്നേ പറ്റുള്ളൂ. അതിന് നിങ്ങളെല്ലാവരും ഓരോരുത്തരും നിങ്ങളുടെ ഓരോ വോട്ടുകളും നമ്മുടെ BJP സർക്കാർ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങളെന്ത് പറയുന്നു? BJP സർക്കാരിന് വോട്ട് കൊടുക്കണോ? അതേ വോട്ട് കൊടുക്കണ്ടേ? അതോ നമ്മളെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ UP കണക്കാക്കണ്ടേ? ഡിജിറ്റൽ ഇന്ത്യ അത് കണക്ക് നമ്മുടെ ഡിജിറ്റൽ UP എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മളെ UP പോലെ ആക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ കേരളത്തിന് വോട്ട് കൊടുക്കണം. അല്ല, കേരളത്തിലുള്ള BJP-ക്കാർക്ക് വോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ ഡിജിറ്റലായിട്ടുള്ള ഒരു UP നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സിറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം?